ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ അടിപൊളിയായ ഒരു മലായി കടായി ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ട് ആദ്യമായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം തന്നെ കട്ട് ചെയ്തെടുക്കണേ. അതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക്, ബോയിൽ ചെയ്ത മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ മാത്രം മാറ്റി വയ്ക്കുക. ബോയിൽ ചെയ്ത മിൽക്ക് തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഞാൻ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഇത് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ബാക്കി വന്ന മിൽക്കിൽ 2 ടീസ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ്, ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. വേറൊരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2ആയി കീറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് 2ആയി കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ആ തക്കാളി മാത്രം എടുത്തതിന് ശേഷം തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റണേ. അതിനുശേഷം പാലിൽ മസാലപ്പൊടികളിട്ട പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൊലി കളഞ്ഞ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ചെറിയ തീയിൽ നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മലായി കടായി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് പൂരിക്കും ചപ്പാത്തിക്കും നൂൽപുട്ടിനും ഇടിയപ്പത്തിനും എല്ലാം കൂടെ നമുക്ക് ഉപയോഗിക്കാം. ദോശയ്ക്കും എല്ലാം ഈ കറി ഒന്ന് ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.